ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പം ഇന്ന് ഞാനൊരു ലഞ്ച് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ലഞ്ചിനുള്ളൊരു സിമ്പിൾ റെസിപ്പീസാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ അപ്പോൾ ലഞ്ചിന് ഇന്ന് കറിയാക്കാനായിട്ട് കറമൂസ ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല താളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. താളിച്ചത് എന്ന് നമ്മളിവിടെ പറയുന്നത് തേങ്ങ അരച്ചിട്ട് വെജിറ്റബിൾസ് എന്തെങ്കിലും ഇട്ട് വേവിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമ്മളിവിടെ താളിച്ചത് എന്ന് പറയാൻ. ഇപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ കറമൂസ, വെള്ളേരി, ചേന, ക്യാരറ്റ് ഇതൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് കറി വെക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ താളിച്ചത് എന്ന് പറയാൻ. അപ്പം താളിച്ചത് ഒരു ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറി തന്നെയാണ്. ഒരു മഞ്ഞ കളറിലാണ് ആ ഒരു കറി ഉണ്ടാവാൻ. ഒരുപാട് മുളക് ചേർക്കൂല, മുളക് പൊടി ചേർക്കൂല. അതിന് പകരം എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ ആ ഒരു എരിവാണ് ഉണ്ടാവുക. അതും ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കറമൂസ ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഹാഫ് പീസേ നമുക്കിപ്പോൾ വേണ്ടുള്ളൂ. അപ്പം അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കുക്കറിലിട്ട് ഒരു 2 വിസിലിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു കറി ഒരുപാട് അങ്ങ് എരിവില്ലാത്തതുകൊണ്ട് ഒരു 2-3 പച്ചമുളകൊക്കെ മതിയാവും. പിന്നെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. വേറെ മുളക് പൊടിയൊന്നും ചേർക്കൂല. പിന്നെ ഉള്ളി ഞാനിപ്പോൾ ഒരു 1/4 മുറിൻ്റെയും പകുതി മാത്രമേ ഉള്ളി ചേർത്തിട്ടുള്ളൂ. അതും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതവിടെ വേവുന്ന സമയത്തേക്ക് തേങ്ങ അരച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഫ്രീസറിൽ വെക്കുന്നതിനുള്ള തേങ്ങയാവുമ്പം കുറച്ച് ചൂടുവെള്ളമാണ് നമ്മൾ അരക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങ അരക്കുമ്പം ഫ്രീസറിൽ വെച്ചിട്ടുള്ള തേങ്ങ ആയതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചത്. എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വെള്ളമാണ് ഒഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു നെയ്യ് ഇറങ്ങിയ പോലെ ഉണ്ടാവും തേങ്ങയിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് കറിയിലൊരു പിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ പൊതുവേ തന്നെ ഫ്രീസറിൽ വെച്ചെടുക്കുന്ന തേങ്ങ നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, ഓവനിലോ അല്ലെങ്കിൽ ഒന്ന് തവയിലോ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ആ ഒരു തണുപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ കടുതൂയിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ അരക്കുമ്പം ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിന് പകരം വേണമെങ്കിൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചോറിൻ്റെ കൂടെ ആകുമ്പം ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ വെളുത്തുള്ളി ചേർത്താലും മതി. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കടുതോയിച്ചിടാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ഉണ്ടെങ്കിൽ 1-2 പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ആ ഒരു അരപ്പും അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ചിട്ടുള്ള കറമൂസയും കൂടെ ഇട്ട് കൊടുക്കാം. കറമൂസയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവില്ല. കറമൂസ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. പിന്നെ കറമൂസ ഞാൻ കുക്കറിൽ വേവിച്ചത് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമുക്ക് ചെറിയ പാത്രത്തിലൊക്കെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ആ ഒരു കറമൂസൻ്റെയും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ മിക്സി കഴുകി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്നങ്ങ് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഒരു തിള വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറി റെഡിയാവും. അത്യാവശ്യം നല്ല ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കറിക്ക്. ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഇങ്ങനെയുള്ള കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കറമൂസക്ക് പകരം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളേരിയോ അതല്ല ചേനയോ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറമൂസ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു കറി റെഡിയായി. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ ചെമ്മീൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ചെമ്മീനൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു.
വരട്ടുന്നതിനെക്കാട്ടിലും പൊരിക്കാമെന്ന് വിചാരിച്ചു. പൊരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഈ പെരുന്നാളിന് ഞാൻ ഏമുവിൻ്റെ വീട്ടിൽ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു റെസിപ്പി, ചെമ്മീൻ ഫ്രൈ. ആ ഒരു ഫ്രൈ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ചെമ്മീൻ ഞാൻ കോലിലൊന്നും കുത്തുന്നില്ല, ജസ്റ്റ് സാധാരണ പോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അന്ന് കാണിച്ചപ്പം സ്റ്റിക്കൊക്കെ കുത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ അതൊന്നും ചെയ്യുന്നില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലുള്ള ഇത് തന്നെയാണ്. അപ്പോൾ ചെമ്മീൻ കുറച്ചൊരു മീഡിയം വലിപ്പത്തിലുള്ള ചെമ്മീനാണിത്. അപ്പോൾ ഈ ചെമ്മീൻ ഞാൻ തലയോട് കൂടിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. തോല് കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആ ഉള്ളിലുള്ള ഞരമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചെമ്മീനിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/4 മുറി മുതൽ അരമുറി വരെ ഉള്ളി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ചെമ്മീൻ്റെ അളവ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഒരു 1/4 മുറി വലിയ ഉള്ളിയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എരിവ് ഒരുപാട് വേണമെന്നില്ല, നമ്മളെന്തായാലും മുളക് പൊടി കുറച്ച് ചേർക്കും, അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവ് മതിയാവും. ഒരു പച്ചമുളകേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളീൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. പകുതി മതിയാവും കേട്ടോ. പിന്നെ തക്കാളീൻ്റെ ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഉള്ളീനെക്കാട്ടിലും കൂടുതൽ തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ തക്കാളീൻ്റെ പകുതിയാണ് എടുത്തത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ മുളക് പൊടി ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സാദാ മുളകും അതുപോലെ കാശ്മീരി മുളകും കൂടെ മിക്സാക്കി പൊടിച്ചത്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്കിപ്പം 1 ടീസ്പൂൺ ചേർത്തത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി മാത്രം പൊടിച്ചിട്ടുള്ളത്, അതായത് എരിവില്ലാത്ത മുളകാണ്, അത് മാത്രമുള്ളത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കളർ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുമ്പം വെള്ളമൊന്നും ചേർക്കേണ്ട, കാരണം തക്കാളിയിൽ നിന്നുള്ള ആ ഒരു വെള്ളം തന്നെ മതിയാവും. നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെമ്മീനിലിട്ടൊന്ന് മിക്സാക്കി മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ ഞാനിതിപ്പം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ചെമ്മീൻ തലയോട് കൂടിയിട്ടുള്ള ഒരു മീഡിയം വലിപ്പത്തിലുള്ള ചെമ്മീനാണ്. ഇതിപ്പോൾ ഒരു 10 പീസോളം ഉണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് സോയാ സോസ്. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ആക്കിയെടുക്കാം. പിന്നെ ഈ ഒരു മിക്സ് നമ്മൾ കുറച്ച് അധിക സമയം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരിക്കും. അപ്പം എന്തായാലും കുറഞ്ഞതൊരു 10 മുതൽ 15 മിനിറ്റ് വരെയെങ്കിലും നമ്മളൊന്ന് സൈഡിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പം ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കുറഞ്ഞത് എന്തായാലും വെക്കുക. എന്നിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് സമയം അങ്ങനെ വെക്കട്ടെ. ആ സമയത്തേക്ക് ഞാനൊരു മുളകിട്ടത് കൂടെ ഉണ്ടാക്കട്ടെ. മുളകിട്ടത് ഇതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ട്, സെയിം ടൈപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് സ്പീഡായിട്ടാണ് ഇത് പോവാൻ. അയിലയാണ് കിട്ടിയത്. അപ്പോൾ അയില വെച്ചിട്ട് അടിപൊളിയായിട്ട് നല്ല കുറുകിയ ടൈപ്പിലുള്ള മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉലുവ മൂപ്പിച്ചതിന് ശേഷം പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഒരു പച്ചമുളക് എന്നിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മീൻ കറിയിൽ സാധാരണ പുളിവെള്ളം ചേർത്ത് കൊടുക്കും. അപ്പോൾ പുളിവെള്ളത്തിന് പകരം ഞാനിവിടെ വിളിമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ വിളിമ്പിയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത് ആ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട്. പിന്നെ വിളിമ്പിയും ചേർത്ത് മിക്സാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്നങ്ങ് എന്താ പറയുക ഒരു ഗ്രേവി ആക്കി എടുത്ത് തിളച്ച് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അയില അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് അയിലയും കൂടെ ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഞാനിവിടെ വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മുടെ ചെമ്മീൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു ചെമ്മീൻ ഫ്രൈയിൽ വെളിച്ചെണ്ണ കുറച്ച് എന്താ പറയുക ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണേ. പിന്നെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും ചേർത്ത് കൊടുക്കാം.
ചെമ്മീനിൽ എന്തായാലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അതെന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാവും. അത് ആദ്യം ഈ ചെമ്മീൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണ്ട. കുറച്ചൊന്ന് ചെമ്മീനൊന്ന് മുരിഞ്ഞ് വരുമ്പം ആ ഒരു എന്താ പറയുക മസാലയും കൂടെ ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി മുരിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ. അപ്പം കുറച്ചൊന്ന് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നു എന്ന് കാണുമ്പോൾ അടുത്ത സൈഡൊക്കെ ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ പത വരുന്നത്. അപ്പോഴേക്കും മുളകിട്ടത് കണ്ടോ, മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഗ്രേവി കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. കുറച്ച് പച്ച ഉള്ളി ചെറുതായിട്ട്, വലിയ ഉള്ളിയാണ്, അത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുകളിൽ വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്നങ്ങനെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മുളകിട്ടത് ഉണ്ടാക്കുമ്പം സാധാരണ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് കറി ഉണ്ടാക്കിയതിന് ശേഷം മുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും മുളകിട്ടതിന്. അങ്ങനെ ഇപ്പം മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അധികം ഇങ്ങനെ തുറന്ന് വെക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടച്ച് വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അയില മുളകിട്ടത് റെഡിയായി. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ഇതാ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡും അങ്ങനെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. എന്താ പറയുക, ചെമ്മീനൊന്നും ഒരുപാട് സമയം ഇങ്ങനെ നമ്മൾ ചൂടായ എണ്ണയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു റബ്ബർ പോലെയാവും. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. കുറഞ്ഞതൊരു 4-5 മിനിറ്റൊക്കെ ഒരു സൈഡ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഈ ഒരു ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത കുറച്ച് മസാല ഉണ്ടല്ലോ, ആ ഒരു മസാല ഇതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഈ ഒരു ഇതിൽ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. അപ്പോഴേക്കും വേറെ ബാങ്ക് ഇതാ ഫോണിൽ കൊടുക്കുന്ന പള്ളിയിലെ ബാങ്കൊക്കെ കേൾക്കാൻ കുറച്ച് പണിയാണ്. ഇനിയിപ്പോൾ ചെമ്മീനിൽ കുറച്ച് പച്ച ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും അങ്ങ് വിതറി കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ചോറിൻ്റെ കൂടെ അങ്ങ് കൂട്ടി തിന്നാം. ഇതിന് മുമ്പ് ഞാൻ കൂന്തൽ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, തക്കാളിയൊക്കെ അരച്ചിട്ട്. അത് അടിപൊളി ടേസ്റ്റാണ്. തക്കാളി എപ്പോഴും അരച്ചിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലും ടേസ്റ്റാണ്. അപ്പോൾ ഏമോ അന്ന് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ അത് പെരുന്നാളിൻ്റെ മീൻ ബിരിയാണീൻ്റെ കൂടെയാണ് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയത്, ചെമ്മീൻ ഫ്രൈ. പക്ഷെ എന്താ പറയാൻ, ഏറ്റവും മുന്നിട്ട് നിന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചെമ്മീൻ ഫ്രൈ തന്നെയാണ്. മീൻ ബിരിയാണീനെ കുറച്ചൊന്ന് താത്തി വെച്ചു ഈ ഒരു ചെമ്മീൻ ഫ്രൈ എന്ന് വേണം പറയാൻ, അത്രയും ടേസ്റ്റാണ്. പിന്നെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ഈ ഒരു ചെമ്മീൻ ഫ്രൈൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള വെറുംചോറാണ്. അത് ഒരു എക്സ്ട്രാ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള വെറുംചോറും ഈ ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയൊന്നും വേണമെന്നില്ല. അങ്ങനെ ചെമ്മീൻ ഫ്രൈ റെഡിയായി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയത് കാമ്പ് തോരനാണ്, വാഴക്കാമ്പ് തോരൻ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതിന് ശേഷം ഇത് പിന്നെ കടുക് തൂമിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കടുക് തൂമിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കാമ്പ് തോരൻ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന തോരൻ തന്നെയാണ് കേട്ടോ. കാമ്പ് ഒന്ന് നന്നായിട്ട് കുക്കറിൽ ഒരു 4-5 വിസിലിന് വേവിച്ചെടുക്കണം, അത്രയും. അങ്ങനെ ഇതാ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ, അതിൻ്റെ കൂടെ അയില മുളകിട്ടത്, പപ്പായ താളിച്ചത്, പിന്നെ കാമ്പ് തോരൻ, ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ലഞ്ചാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം ഇതാ കുഞ്ഞു മോള് വന്നിട്ട് നമ്മുടെ റോഹക്കുട്ടിക്ക് ഓളെ വീഡിയോ കാണിക്കണം എന്ന്, ഫുഡ് അടിക്കുന്ന വീഡിയോ കാണിക്കണം എന്ന്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് മൂപ്പർക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. ടാറ്റാ.